കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ഹീറോയും ഹാനും തമ്മിൽ സംസാരിക്കുന്ന സീനും കാണിച്ചാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നെ സ്നേഹിക്കാൻ പോകുന്ന അടുത്ത ആളാരായിരിക്കുന്ന അവന്റെ കണ്ണിൽ നോക്കി ചോദിക്കുമ്പോ സിയോക്കും അവളുടെ മുന്നിൽ ഒന്ന് പതറിപ്പോവും. ശരിയാ, എന്റെ ആദ്യത്തെ ബോയ്ഫ്രണ്ട് സുഹോ സിറിയയിലുണ്ടായ ഒരു ടെററിസ്റ്റ് അറ്റാക്കിലാണ് മരിച്ചത്. ഇനി അതും ഞാൻ ചെയ്തതാണെന്നാണോ പറയുന്നതെന്ന് കേട്ട് ഈ 3 പേരുടെയും ഇൻഷുറൻസിൽ നിന്ന് നിനക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ക്യാൻസൽ ആയ ഇൻഷുറൻസ് ഒക്കെ നിനക്ക് വേറെന്തോ മറക്കാനുള്ള തന്ത്രമല്ലേ. 1-2 പ്രാവശ്യം കോയിൻസിഡൻസ് ഉണ്ടാവാം, പക്ഷെ മൂന്നാമതും അത് സംഭവിക്കില്ലല്ലോ. ഈ 3 പേരെയും കൊന്നിട്ട് നീ എന്ത് നേടിയെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞു പോവാണെന്നിട്ട് പെർമിഷൻ എടുക്കാതെ ഇനിയും ഇതുപോലെ വന്ന സിയോക്കിനെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന അവള് പറഞ്ഞിരുന്നോണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു മാർഗമാണ് അവൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം ജോഗിങ്ങിന് പോകുമ്പോ ഹ്യുൻസുന്റെ പാരന്റ്സിന്റെ കട പേഴ്സണൽ റീസൺസ് കാരണം ക്ലോസ് ചെയ്തു എന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പുറത്തുള്ള ഷോപ്പ് ഓണറിനോട് കാര്യം എന്താണെന്ന് തിരക്കുന്നുണ്ടവൻ. റീഡെവലപ്മെന്റ് നടക്കാൻ പോവാണെന്നും ക്യാഷ് കിട്ടിയപ്പോ അവരത് പൂട്ടിപ്പോയെന്നുമാണ് അയാൾ പറയാ. ഇതേ ദിവസം ഹാൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോ എല്ലാവരും കിംചുളു മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഇവര് തമ്മിൽ വഴക്കായ ആ വീഡിയോ കണ്ടോണ്ടിരിക്കായിരുന്നു. അതാരാ വീഡിയോ എടുത്തേന്നോ പോസ്റ്റ് ചെയ്തെന്നോ അറിയില്ല. കാര്യം തിരക്കാൻ നേരം അതവര് ഹാനിനെയും കാണിച്ചു കൊടുക്കുമെങ്കിലും ഒരു കൂസലും ഇല്ലാതെ ജോലി ചെയ്യാൻ പറഞ്ഞ അവള് പോവും. അവരോടങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ എന്തോ ടെൻഷനുണ്ട്. ഈ വീഡിയോ ഇതിനകം സിയോക്കും കണ്ടിട്ടുണ്ടായി. ടൈം നോക്കുമ്പോ അന്ന് കിംചുളു തന്നെ വിളിച്ചതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണിതെന്നും മനസ്സിലാവും. ഹാന്റെ ഓഫീസിലും വീഡിയോ ഇതിനകം ഒരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതും പറഞ്ഞാണ് ഇപ്പൊ മാനേജർ ഹാനിനെ പുറത്താക്കാൻ നോക്കുന്നത്. ഈ ടൈം ഹാൻ കിംചുളിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത മാനേജറും കിംചുളും ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ് മാഡത്തിന്. അതുകൂടാതെ ഇവരുടെ കുറച്ച് ഫ്ലേർട്ടിംഗ് മെസ്സേജസും ഹാനിനെ മാറ്റി എന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് കിംചുളു പറഞ്ഞപ്പോ വാക്ക് കൊടുത്ത മാനേജറിന്റെ മെസ്സേജ് ഒക്കെ ഉണ്ട്. ചിലപ്പോ താങ്കൾ അവളോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തതുകൊണ്ടാവും കിംചുളു സൂയിസൈഡ് ചെയ്തെന്ന് ഹാൻ പറയുമ്പോ മാനേജർ ഭയങ്കരമായിട്ട് ചൂടാവും. നിങ്ങളിങ്ങനെ തല്ലു പിടിച്ചോണ്ടിരുന്നോ? എത്രയും പെട്ടെന്ന് ഇതൊക്കെ ആൾക്കാർ മറക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും വലുതൊരെണ്ണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മാഡ് അവർക്കൊരു പെയിന്റിങ് കാണിച്ചു കൊടുക്കാണ്. സ്റ്റില്ലറുടെ ഈ പെയിന്റിങ് ഇപ്പൊ കൊറിയയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ അടുത്ത ലേലത്തിൽ ഈ പീസ് റെക്കോർഡ് പ്രൈസിന് വിറ്റുപോയാ ഇപ്പൊ നിങ്ങളെ പറ്റിയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാഞ്ഞു നോക്കോളും. ഈ പെയിന്റിങ് നിങ്ങളിൽ ആരാണോ കൊണ്ടുവരുന്നത് അടുത്ത പ്രൊമോഷൻ അവർക്കായിരിക്കും എന്ന് പറയാണെന്നിട്ട് കട്ട് ചെയ്താ അവിടെ നിന്ന് ഇറങ്ങിയ പാടെ മാനേജർ ഹാൻഡ് ടാബ് പൊട്ടിച്ചളയാണ്. ഈ മെസ്സേജും ഫോട്ടോസൊക്കെ നീ ലീക്ക് ആക്കിയാ വിവരം അറിയുന്ന ഭീഷണിപ്പെടുത്തുമ്പോ ഇത് ഒറിജിനൽ അല്ല, പക്ഷെ ലീക്ക് ആക്കാനൊന്നും ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ് അവള്. ശേഷം തന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അവൾ ആ മെസ്സേജ് ഒക്കെ കളയുന്നതായും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മാഡത്തിനെയാണ് കാണിക്കുന്നത്. അവരുടെ ഓഫീസിനകത്ത് തന്നെ ആരും അറിയാത്ത വേറൊരു റൂം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പെയിന്റിംഗ് കളക്ഷൻസ് ഉള്ളതായും കാണാം. മാഡം അതിൽ ഒരു പെയിന്റിംഗിലേക്ക് നോക്കി താങ്കളുടെ മോള് താങ്കളെ പോലെയല്ല, അതുകൊണ്ടാണ് അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നും പറയാണ്. അതിന് പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. പിന്നീടുള്ള സീനിൽ യോങ്ങും സീനിയറൊക്കെ കിംചുളു മരിച്ച ദിവസത്തെ CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ കിംചുളു റൂഫ് ടോപ്പിലേക്ക് പോകുന്ന സീൻസ് ഉണ്ടെങ്കിലും ഹാൻ അവിടേക്ക് പോകുന്നതൊന്നും ഉണ്ടാവില്ല. പക്ഷെ കിംചുളിന്റെ ആക്സിഡന്റിന് മുമ്പ് ഹാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. അതെവിടേക്കാണെന്ന് ഒരു CCTVയിലും ഇല്ലാതാനും. ഇനിയിപ്പോ എന്തെങ്കിലും അറിയണമെങ്കിൽ വിറ്റ്നസിനെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് യോങ്ങിനന്ന് വന്ന ആ അൺനോൺ കോള് വിളിച്ചയാളെ കണ്ടെത്തണമെന്ന് പറയാണ് സീനിയർ. ഈ ടൈം സിയോക്ക് വിളിച്ചിട്ട് യോങ് അവനെ കാണാൻ ചെല്ലും. സീനിയർ ഇപ്പൊ ഫുൾ ടൈം ഹാൻഡിന്റെ പിന്നാലെയാണെന്ന് പറയാണെന്നിട്ട് ശേഷം ഇവര് നേരെ സീനിയർ പറഞ്ഞ അൺനോൺ പേഴ്സണെ അന്വേഷിക്കാനാണ് ചെല്ലുക. അങ്ങനെ അയാൾ വിളിച്ച ബൂത്ത് കണ്ടുപിടിച്ച് അവിടെ അന്വേഷിക്കും. അവിടെ കണ്ട ഈ മുത്തശ്ശീന്ന് വിളിച്ച് യോങ് CCTV ഫുട്ടേജ് ചോദിച്ചത് ആ പുള്ളിക്കാരിക്ക് ഇഷ്ടാവില്ല. ഇതിനിടെ സിയോക്ക് അവിടെ കിടന്ന കാറിന്റെ ഡാഷ് ക്യാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് CCTV ഇല്ല ഒരു തേങ്ങയില്ല എന്ന് പറഞ്ഞ് യോങ്ങിനെ ആ മോമോ ഓടിച്ചു വിടാം. പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നതിന്റെ കാരണം ഹീറോയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഫുഡ് ഐറ്റംസും മറ്റുമൊക്കെ വാങ്ങിക്കൊടുത്ത് പ്രിട്ടി ലേഡി എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ സുന്ദരി മേഡത്തിന്റെ മോനെ അറസ്റ്റ് ചെയ്യാൻ വന്നതൊന്നുമല്ല, അവന്റെ കാറിന്റെ ഡാഷ് ക്യാം ഫുട്ടേജ് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് കുറച്ച് പൈസയും കൊടുക്കുമ്പോൾ ഇവർക്ക് വേണ്ടത് അപ്പം തന്നെ കിട്ടും. അങ്ങനെ അന്ന് യോങ്ങിനെ വിളിച്ചത് ഒരു സ്ത്രീയാണെന്നും അവള് തന്റെ ഫോണിലെ റെക്കോർഡാണ്, അതും മെയിൽ വോയിസിലുള്ള റെക്കോർഡാണ് കേൾപ്പിച്ചതെന്നും മനസ്സിലാവാണ്. കട്ട് ചെയ്ത ഹാൻ ഇതേ സമയം മാഡം പറഞ്ഞ ആ ഡ്രോയിങ് കിട്ടാനുള്ള അന്വേഷണത്തിലായിരുന്നു. അതിപ്പോ വേറെ എവിടെയോ ലേലത്തിൽ വെക്കാൻ പോവാണെന്നൊക്കെ അറിയുന്നുണ്ട് അവള്. അപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ അടിക്കുക. അതാരാണെന്ന് നോക്കാൻ നേരം ആളെ ഒന്നും കാണില്ല, ഒരു കവർ മാത്രമേ ഉണ്ടാവൂ. അതിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന സോങ്ങിന്റെ പേരും പിന്നെ ആ സിമ്പിളും കണ്ട് ശരിക്കും പേടിക്കാണ് അവള്. ഓടിച്ചെന്ന് നോക്കാൻ നേരം ഒരു കൊറിയറാരം പോകുന്നതും കാണും. അതാരാണെന്നറിയാൻ CCTV ഫുട്ടേജ് ചോദിക്കുമ്പോ നാളെ മാനേജർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ കാണാൻ പറ്റൂന്ന് കേട്ട് എന്നാ ചെക്ക് ചെയ്തതിന് ശേഷം അറിയിക്കണമെന്നും പറഞ്ഞു പോവാണ് അവള്. കട്ട് ചെയ്ത സിയോക്ക് ഹാന്റെ ഒന്നാമത്തെ ബോയ് ഫ്രണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടാനും ഇനി ബാക്കി അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ച് നിൽക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്ത ഹാനിനെ കാണിക്കാണ്. കൊറിയറായി വന്ന വൈൻ ബോട്ടിൽ നോക്കി അവർ ഒരുമിച്ചുണ്ടായ സമയത്തെ മെമ്മറീസും മരിച്ചപ്പോഴുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറക്കം വരാതെ ഇരിക്കുകയായിരിക്കും.
അവിടെ സിങ്കട്ടായി പിറ്റേ ദിവസം സിയോക്ക് ഹാനിന്റെ കേസ് ഡീറ്റെയിൽസ് ഒക്കെ അവന്റെ ചീഫായിട്ടും സംസാരിക്കുന്നുണ്ട്. ഈ കേസ് അന്വേഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസിന്റെ അല്ലാതെ അവനൊരു ജനറൽ ഇൻഷുറൻസ് ബിസിനസ് കാർഡ് കൊടുക്കാൻ പറയണമെന്നിട്ട്. ഹാൻ ഇതേ സമയം ഓഫീസിലാണ് ഉണ്ടാവുക. ഇന്നേരം ഇന്നലെ വന്ന കൊറിയർ ഡാലി ടീം കൊറിയർ സർവീസിൽ നിന്നാണെന്ന് ഇന്നലെ ചോദിച്ച ആൾ അവൾക്ക് മെസ്സേജ് അയക്കും. ഹാന്റെ ഓഫീസിലും ഇതേ ടീമാണ് കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അന്വേഷിച്ചു പിടിച്ച് ലാസ്റ്റ് ദോയുന്റെ അടുത്തേക്കാണ് ഇത് എത്തുന്നത്. എന്ത് രഹസ്യം അറിയാനാ നീ എനിക്ക് ആ കൊറിയർ അയച്ചത്? സോങ്ങിനെ ഞാൻ കൊന്നതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ സോങ് ഇത് നിനക്ക് അയച്ചു തരാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവന്റെ മരണശേഷം അതിനെനിക്ക് ഇപ്പോഴാണ് പറ്റിയതെന്ന് അവൻ പറയും. അത് കേട്ടതും അവൾ ഒരു നിമിഷം സൈലന്റ് ആവാണ്. ഇന്നേരം ദോയുന്റെ സിസ്റ്റർ അങ്ങോട്ട് വരുന്നോണ്ട് തന്നെ പിന്നെ സംസാരിക്കാന്നും പറഞ്ഞു പോവെങ്കിലും നിങ്ങൾക്ക് ആ വൈൻ കിട്ടിയോന്ന് ചോദിക്കാണ് ആ സിസ്റ്റർ. ദോയുൻ നിങ്ങൾക്ക് അത് അയക്കാൻ കൂട്ടാക്കുന്നതുകൊണ്ട് ഞാനാണ് അയച്ചെന്നും പറയുന്നുണ്ട്. എന്നാ പിന്നെ നിനക്കത് ഒളിച്ചും പതും ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? എനിക്കത് നേരിട്ട് തന്നാ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോ എന്താ നിനക്കത് ഇഷ്ടായില്ലേ? എന്നാ മരിച്ചുപോയ ബോയ് ഫ്രണ്ടിനോട് കംപ്ലൈന്റ് പറഞ്ഞു എന്ന് അവൾ ചോദിക്കുന്നതായിട്ട് ദോയുൻ അവളെ നന്നായി വഴക്കു പറയും. ഈ ടൈം എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഇത് ഹാനിന് കൊടുക്കണമെന്ന് പറഞ്ഞ് സോങ് ആ വൈൻ ബോട്ടിൽ ദോയൂണിന് കൊടുത്തത് ഓർക്കാണവൻ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചപ്പോ ഹാനിനെ പറ്റി സ്ട്രേഞ്ച് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഇപ്പോഴും അതുകൊണ്ട് ഹാനിനെ ഫുള്ളായി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും സോങ് പറഞ്ഞിട്ടുണ്ടായി. ഹാനും ഇതേ സമയം ദോയൂൺ പറഞ്ഞതോർത്ത് ടെൻഷനിലാണ് ഉണ്ടാവുക. അവിടെ സിങ്കട്ടായി സിയോക്ക് ഹാനിന്റെ ഓഫീസിലെ സ്റ്റാഫിനൊക്കെ ട്രീറ്റ് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ അവിടെ അക്കൗണ്ട് മാനേജർ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഹാൻ അങ്ങോട്ട് വരാ. ഇന്നേരം താൻ അവിടുത്തെ പുതിയ ആർട്ട് ഇൻഷുറൻസ് അക്കൗണ്ട് മാനേജർ ആണെന്നൊക്കെ അവൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ശേഷം ഇന്ന് താങ്കളുടെ ഫസ്റ്റ് ഡേ അല്ലേ, ഞാൻ ഈ ഓപ്ഷൻ ഹൗസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താന്നും പറഞ്ഞ് കൊണ്ടുപോവാണ് അവള്. എന്നെ മാറ്റി വേറെ ആളെ വെക്കാന്നുള്ളത് ചിന്തിക്കേ വേണ്ടെന്ന് പറയുമ്പോൾ താൻ തന്റെ ജോലി വെടുപ്പായി ചെയ്യുന്നിടത്തോളം വരെ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവളും പറയും. പിന്നീട് അവിടെയുള്ള ഓരോ റൂമും ഏരിയയും എന്തിനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഈ ബിൽഡിങ്ങിനെ പറ്റി നല്ല അറിവുള്ളതുകൊണ്ട് CCTV ബ്ലൈൻഡ് സ്പോട്ടുകളും അറിയായിരിക്കും അല്ലെ. അങ്ങനെ ആവും ആരും കാണാതെ റൂഫ് ടോപ്പിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞ് കുത്തുന്നുണ്ടാവൻ. പക്ഷെ ഹാൻ ഇതേ സമയം അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള പെയിന്റിങ്ങുകളെ പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതൊക്കെ ഫയർ ആൻഡ് ഫ്ലഡ് പ്രൊട്ടക്റ്റഡ് ആണെന്നും കോടിക്കണക്കിന് രൂപ വില വരുന്നതാണെന്നൊക്കെ പറയുന്നതിനിടെ നിങ്ങളുടെ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, കിംചുളന്ന് ഹാനിനോട് വഴക്കിട്ടതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ എന്റെ ഫിയാൻസയുടെ മരണത്തെ പറ്റിയായിരിക്കും. അത് ഞാനാ ചെയ്തതെന്നാണല്ലോ താനും വിശ്വസിക്കുന്നത്. എന്തിനു ചെയ്തു എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ജോലി നാടകമൊക്കെ അല്ലേന്ന് അവള് ചോദിക്കുന്നതായിട്ട്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ അടുത്ത ഇരയെ അഥവാ പ്രേമിക്കാൻ പോണ ആളെ കണ്ടുപിടിച്ചോന്നവൻ ചോദിക്കുമ്പോൾ ഹാൻ കിസ് ചെയ്യാൻ പോകുന്ന പോലെ അവന്റെ അടുത്തേക്ക് ചെല്ലാണ്. ആൾക്കാർ തെറ്റിദ്ധരിക്കണ്ടെങ്കിൽ വഴിന്ന് മാറാൻ പറയുമ്പോഴാണ് ഹീറോയുടെ ക്യാമറ ഉള്ളതായി ശ്രദ്ധിക്കുക. ശേഷം ഇനിയുള്ള റൂമിലേക്കൊന്നും നിങ്ങൾക്ക് പ്രവേശനമില്ല എന്നും പറഞ്ഞ് അവള് പോകും. അവിടെ സിങ്കട്ടായി കിംചുളിന്റെ കമ്പ്യൂട്ടർ അന്വേഷിച്ചിരുന്നെങ്കിലും അവനത് കിട്ടാത്തോണ്ട് തന്നെ അസിസ്റ്റന്റിനോട് കിംചുളിന്റെ കാർ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് അവളുടെ വീടിനടുത്തൊന്നും ഇല്ല എന്ന് ജൂനിയർ പറയും. എന്നാൽ പിന്നെ ഓഫീസിലെ പാർക്കിംഗ് ഏരിയയിൽ നോക്കാന്ന് കരുതി സിയോക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ അതിനകത്ത് കയറി നോക്കുകയും ചെയ്യും. അതിലൊരു ബൈനോക്കുലർ ഉണ്ട്. പിന്നെ ഏതോ ഒരു ലുവൻ പാലസിന്റെ കീയോ മറ്റോ ആണ് ഉണ്ടാവുക. ഹാൻ ഇതേ സമയം ഫ്രണ്ടിന്റെ ഷോപ്പിലിരിക്കാണ്. സോങ് ആ വൈൻ ബോട്ടിൽ നിനക്ക് ഒരു സർപ്രൈസ് ആയിട്ട് അയക്കാനിരുന്നതാവും. അല്ലാതെന്താ, ആ ദോയുന്റെ അനിയത്തി അല്ലെങ്കിൽ ഒരു കുരുത്തം കെട്ടതാണ്, അല്ലെങ്കിൽ പിന്നെ നീ അവർക്ക് ഇത്ര ഹെൽപ്പൊക്കെ ചെയ്തിട്ട് നിന്നോട് ഇങ്ങനെ കാണിക്കുമെന്നും പറഞ്ഞ് ഫ്രണ്ട് അവളെ കൂളാക്കാൻ നോക്കുമായിരിക്കും. സിയോക്കാണെങ്കിൽ കാറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പഴയ സീനിയറിന്റെയും ജൂനിയറിന്റെ ഒപ്പം ഒന്ന് കൂടാൻ വന്നേക്കാണ്. ജൂനിയറിന് ഇപ്പോൾ പ്രൊമോഷനും കിട്ടി. ഈ കേസിന് വേണ്ടി താങ്കൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്ന എന്തിനാണെന്ന് ജൂനിയർ ചോദിക്കുമ്പോൾ ചെറിനെയും പിന്നെ എന്റെ ചേച്ചിയെ പോലെയൊക്കെ ഇനിയും വിക്ടിംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണവൻ. പ്രൊമോഷൻ കിട്ടിയതിനു ശേഷമുള്ള ഫസ്റ്റ് ജോലിയായി കൂട്ടിക്കൊന്നും പറഞ്ഞ് കാറിൽ നിന്ന് കിട്ടിയ ആ പാലസിന്റെ കീയും കൊടുക്കും. അതേത് പാലസ് ആണെന്ന് അന്വേഷിക്കാൻ വേണ്ടി. അവിടെ സിങ്കട്ടായി ഹാൻ അവൾക്ക് പരിചയമുള്ള ഒരു ലേഡിയോട് ഹോങ്കോങ്ങിൽ നിന്ന് സ്റ്റില്ലറിന്റെ ആ ഡ്രോയിങ് വാങ്ങിയ ആളെ പറ്റി അന്വേഷിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പെയിന്റിങ് വേറൊരു കമ്പനി ലേലത്തിലെടുക്കാൻ പോവാണെന്ന് അറിഞ്ഞല്ലോ. അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഈ ലേഡിയുടെ ഹസ്ബൻഡ്. ഇന്നേരം ഹാനിനോട് അവരൊരു ഫേവർ ചോദിക്കും. അത് ചെയ്തു കൊടുത്താൽ ഹാൻ അറിയേണ്ടതും പറയാന്ന് പറയാണ്. അവര് കാണിക്കുന്ന പെയിന്റിങ് ഇയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വലിയ ടീമിന്റെ മോൾഡ് ആണ്. അത് ഹാനിന്റെ കമ്പനിയുടെ അടുത്ത ലേലത്തിൽ വിറ്റ് തരണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഈ ലേഡി ഓൾറെഡി ആ പെയിന്റിംഗ് വാങ്ങിയെങ്കിലും അതിലും വലിയ പ്രൈസിന് വിൽക്കാൻ വേണ്ടിയിട്ടാണത്. അതിന് പകരമായി സ്റ്റില്ലറുടെ പെയിന്റിംഗ് വാങ്ങിയ ആളുടെ ഇംഗ്ലീഷ് നെയിം ജെയിംസ് പാർക്ക് എന്നാണെന്നും ഒരു ഫേമസ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO ആണെന്നും പറയും. ഹാൻ അങ്ങനെ അയാളെ പറ്റി അന്വേഷിക്കുന്നതിനിടെ അന്ന് പരിചയപ്പെട്ട CEO പാർക്കിനെയാണ് അവൾക്ക് ഓർമ്മ വരാം. ശേഷം അയാളെ കോൾ ചെയ്യുന്നുണ്ട്. സീൻ അവിടെ കട്ടായി. ഓഫീസില് ഇൻഷുറൻസിന്റെ പേരിൽ പറ്റിക്കാൻ വേണ്ടി വെപ്പുകാലം വെച്ച് വന്ന ഒരുത്തനെ സിയോക്ക് ഓടിച്ചുവിടുന്നതാണ് കാണിക്കുന്നത്. അവൻ ഫ്രോഡാണെന്ന് സിയോക്കിന് നേരത്തെ അറിയായിരുന്നു.
കട്ട് ചെയ്ത ഹാൻ പാർക്കിനെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരങ്ങനെ പ്രൈവറ്റ് ആയി മീറ്റ് ചെയ്യുന്നതിനിടെ പാർക്കിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള കുറെ പെയിന്റിങ്സും ആ റൂമിൽ വെച്ചിട്ടുണ്ടായി. അതിൽ ഓർഫൻ ഫ്രം സിറിയ എന്നുള്ള പെയിന്റിങ് ഒന്നുകൂടി കാണിച്ചു കൊടുക്കാണ് അവള്. പാർക്കിന്റെ അവള് വാങ്ങിയ ലാസ്റ്റ് പീസ് അതാണ്. ലേലത്തിന് മുമ്പ് താങ്കൾ ഇത് ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോൾ, ഹോങ്കോങ്ങിൽ ഒരു വെക്കേഷന് പോയപ്പോ ഏതോ ആർട്ട് ഗാലറിയിൽ കണ്ടതാണിതെന്നും എന്താണെന്ന് അറിയില്ല, 1 മണിക്കൂറോളം ഞാൻ ഇതും നോക്കി നിന്നു. അങ്ങനെയാണിത് വാങ്ങുന്നതെന്ന് പറയുന്നതിനിടെ ഹാന്റെ സൗന്ദര്യം കണ്ട് ഞാൻ പ്രേമത്തിൽ അകപ്പെടുന്നു എന്ന് പറയാണവൻ. ശേഷം പാർക്ക് വിളിച്ചിട്ട് അവരൊരുമിച്ച് ഫുഡ് കഴിക്കാനും പോവും. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആ ഡിഷിന്റെ പിന്നിലുള്ള കഥയൊക്കെ പറയാണവൻ. ഈ ടൈം ഓർഫൻ ഫ്രം സിറിയ അല്ലാതെ താങ്കളെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ആ പെയിന്റിങ് ഏതാണെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവസാനം എനിക്ക് വേറൊരു റിക്വസ്റ്റ് കൂടി ഉണ്ടെന്നും, താങ്കൾ 2 വർഷം മുമ്പ് ഹോങ്കോങ്ങിൽ നിന്ന് ലേലത്തിനെടുത്ത സ്റ്റില്ലറിന്റെ ആ പെയിന്റിങ് തനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ് അവള്. അടുത്ത പബ്ലിക് സെയിലിന് അത് മെയിൻ ആയി വെച്ചാൽ നല്ലൊരു എമൗണ്ടിന് വിൽക്കാം, താങ്കൾ അത് വാങ്ങിയ എമൗണ്ടിന്റെ 3 ഇരട്ടി കൂടുതൽ കിട്ടും എന്ന് പറയുമ്പോൾ, അപ്പോ ഹാനിന് എന്നോടല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതല്ലേ, അതിലായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അവൻ. ആ പെയിന്റിങ് എനിക്ക് വിലമതിക്കാൻ പറ്റാത്തതാണെന്ന് പറയുന്നതായിട്ട് അതിന് പകരമായി എന്ത് ഡീലിനും ഞാൻ തയ്യാറാണ്, താങ്കൾ ആലോചിച്ചിട്ട് ഒരു മറുപടി തന്നാ മതി എന്ന് പറയും. അവിടെ സിംഗട്ടായി യോങ്ങും സീനിയറൊക്കെ ആ അൺനോൺ ലേഡിയുടെ പിന്നാലെയാണിപ്പോ. ടെലിഫോൺ ബൂത്തിൽ നിന്ന് അവർ പോയ വഴിയിലെ എല്ലാ CCTV ചെക്ക് ചെയ്തെങ്കിലും അതിലൊന്നും അവരുടെ ഫേസ് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അവസാനം അവർ ഒരിടത്ത് ആ ലേഡിയുടെ കാർഡ് ടാപ്പ് ചെയ്ത് കണ്ടതുകൊണ്ട് തന്നെ അത് വെച്ച് ആളെ കണ്ടുപിടിക്കാന്ന് ഇവർ പറയും. അടുത്ത സീനിൽ സിയോക്കിനെ കാണിക്കാണ്. അവനിപ്പോഴും കിംചുളിന്റെ കാറിൽ നിന്ന് കിട്ടിയ കീ ഏത് ലുവൻ പാലസിന്റെ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ചിന്തിക്കുന്നുണ്ടാവുക. ജൂനിയറിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ലായിരുന്നു. സിയോളിന് തന്നെ ലുവൻ പാലസ് 70 കൂടുതലുണ്ട്, ഒരാളെ കൊണ്ട് പെട്ടെന്നൊന്നും നടക്കില്ല, വേറൊരു വഴിയുണ്ടെന്നും പറഞ്ഞു പോകുന്ന വഴി ഒരു ഡെലിവറി ബോയ് ഇവനെ കണ്ടതും വേഗം അത് അവന്റെ ബോസിനെ അറിയിക്കാൻ ചെല്ലാണ്. അയാൾ മുമ്പ് ഇൻഷുറൻസ് ഫ്രോഡ് പണി ചെയ്യുന്നവനായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് ഫ്രോഡത്തരൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സിയോക്ക് അവിടെ എത്തുമ്പോഴേക്കും എല്ലാ പേപ്പേഴ്സും മാറ്റുന്ന തിരക്കിലായിരിക്കും. അവൻ പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു തന്നാ ഇപ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷെ ഈ ഫ്രോഡ് പണി ഇതോടെ അവസാനിപ്പിക്കണം എന്ന് പറയണവൻ. അങ്ങനെ അയാളുടെ അണ്ടറിലുള്ള ഡെലിവറി ബോയ്സ് ആണ് ആ നാട് മൊത്തമുള്ള ഓരോ ലുവൻ പാലസും കയറി ഇറങ്ങി അതെവിടത്തെ കീ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവസാനം അതിലൊരാൾക്ക് സ്ഥലം കിട്ടും. അപ്പൊ തന്നെ സിയോക്കിന് അവരത് വിളിച്ച് അറിയിക്കുന്നുമുണ്ട്. ഇതേ സമയം സീനിയറും ആ ലേഡി ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായി. അത് വേറെ ആരുമല്ല, ദോയുടെ അനിയത്തിയായിരുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്ത് ആരും അറിയില്ല. അന്ന് എന്താ കണ്ടെന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ കിംചുളിനെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയാണ് അവള്. സീൻ വീണ്ടും കട്ട് ചെയ്ത് സിയോക്കിനെ കാണിക്കും. അവൻ ആ കീ ഉപയോഗിച്ച് ആ പാലസിലേക്ക് കയറുന്നുണ്ട്. ശേഷം ഓരോ ഫ്ലാറ്റിലും കീ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി. അവസാനം ആ ഫ്ലാറ്റും കണ്ടുപിടിച്ച് അതിനകത്തേക്ക് കയറുന്നതായി കാണിച്ച് കട്ട് ചെയ്ത ഹാൻ കുളിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം അവളുടെ പുറത്തായി പൊള്ളല് പറ്റിയതിന്റെ വലിയൊരു പാട് കാണാം. സെയിം ടൈം സിയോക്കി ഫ്ലാറ്റിനകത്ത് വീടിന്റെ ചെറിയൊരു മോഡൽ കണ്ടിട്ട് അത് നോക്കുകയും ബാക്കി ഫ്ലാറ്റ് ഒക്കെ ചുറ്റി കാണായിരിക്കും. ഹാനും ഇതേ സമയം ഹാളിലേക്ക് വന്ന് പിന്നീട് അവളുടെ ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ഹീറോ അവളെ കാണുന്നത്. കുറച്ച് ദൂരെയാണെങ്കിലും അത് ഹാൻ ആണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവളെ കണ്ടൊന്ന് ഷോക്കായി നിൽക്കുന്ന സിയോക്കിനെയും സെയിം ടൈം കിംചുളിനെ കൊന്നത് ഹാൻ ആണെന്ന് പോലീസിനോട് പറയുന്ന ദോയുടെ സിസ്റ്ററിനെയും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്